ഖന്തഖുണ്ടായത്. അല്ലാതെ അള്ളാഹനെ പോലെ ഇബ്രാഹിം നബിയും അള്ളയാണ്, അത് ഞങ്ങൾ അംഗീകരിക്കൂല. ഇബ്രാഹിം നബിനെ അള്ളാഹനെ പോലെയുള്ള കഴിവുള്ള ആളാക്കാൻ പറ്റൂല, അള്ളാഹു ഒന്നേ ഉള്ളൂ പ്രപഞ്ചത്തിന് എന്ന് പറഞ്ഞ് വാദിച്ചത് കൊണ്ടല്ല അവിടെ കച്ചറുണ്ടായത്. കാരണം പ്രപഞ്ചത്തിനൊരു അള്ളാഹുവേ ഉള്ളൂ എന്നു, ആ റബ്ബ് മാത്രമാണ് ലോകം നിയന്ത്രിക്കുന്നതെന്നു അവർ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ സമ്മതിച്ച കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഖുർആൻ തന്നെ സൂറത്ത് സബ 34-ാമത്തെ അധ്യായത്തിൽ 24 കാണാം, ഖുൽമൻ യർസുഖുകും മിനസ്സമാഇ വൽ അർള്. പിന്നെ അള്ളാഹു പറയാണ്, ചോദിക്കൂ നബിയെ മക്കയിലെ മുശ്രിക്കുകളോട്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ ആരാണ്? അതുപോലെ തന്നെ ഖുലില്ലാഹു വ ഇന്നാ ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ലലാലിൻ മുബീൻ. അവർ പറയും ആരാണെന്ന് ചോദിച്ചാൽ വ്യക്തമായിക്കൊണ്ട് അള്ളാഹുവാണ്, അള്ളാഹുവാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. സന്മാർഗത്തിലോ അല്ലെങ്കിൽ വ്യക്തമായ ദുർമാർഗത്തിലോ നിലകൊള്ളുന്നത് നാമോ അല്ലെങ്കിൽ നിങ്ങളോ തീർച്ചയായും നിങ്ങൾ ചിന്തിക്കൂ എന്നാണ്. അതുപോലെ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ. നിങ്ങൾക്ക് ഉപരിലോകത്തിന് ഉപകാരപ്രദമായ മഴ നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും യഖൂലുന്നല്ലാഹ്. അതൊക്കെ മുഹമ്മദേ അള്ളാഹു തന്നെയാണ്, അതിലൊന്നും യാതൊരു തരത്തിലുള്ള സംശയവുമില്ല എന്ന് വളരെ വ്യക്തമായി കൊണ്ട് അവർ പറയുമെന്നാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകള് സമ്മതിച്ചിരുന്നു എന്ത്, അള്ളാഹുവാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന്. പക്ഷേ എന്നിട്ടും അവരെ പറ്റി ഖുർആൻ മുശ്രിക്ക് എന്ന് പറഞ്ഞത് എന്താ? അല്ല പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല. അവർ പ്രതിസന്ധി ഘട്ടമുണ്ടാകുമ്പോൾ പടച്ച തമ്പുരാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും. നോക്കൂ നിങ്ങൾ, ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അവർ കുടുങ്ങുന്ന സമയത്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അവർ പടച്ച തമ്പുരാനോട് മാത്രം ദുആ ചെയ്യും. എന്നാൽ അവർ രക്ഷപ്പെട്ടാലോ അള്ളാന്റെ കൂടെ മറ്റുള്ളവരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാ ഹും മുശ്രികൂൻ. 29-ാം അധ്യായം 65-ാമത്തെ ആയത്താണ്. അല്ലാഹു പറയാണ്, ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പൽ ഉപയോഗിച്ച് കടലിലൂടെ യാത്ര ചെയ്യുമ്പോ, പാഴക്കപ്പലിൽ യാത്ര ചെയ്യുമ്പോ, കടൽ തിരമാല അവരെ കാർന്നു തിന്നുമ്പോ, അപകടത്തിൽപ്പെടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ദഅവല്ലാഹ, അല്ലാഹുവോട് അവർ ദുആ ചെയ്യും. മുഖ്ലിസീന ലഹുദ്ദീൻ, വളരെ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി തന്നെ. എന്നാൽ ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാ ഹും മുശ്രികൂൻ. അവരെ അല്ലാഹു കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ ഉടനെ അവരെ അല്ലാഹുവിൽ പങ്കുവെക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരെ കടയിൽ വെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാതെ ഇബ്രാഹിം നബി വിളിക്കൂല, ഇസ്മായിൽ നബിയെ കാക്കണെന്ന് പറയില്ല, ലാത്തബനാത്ത ഉപലയെന്ന് പറയൂല. മറിച്ച് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്തയിടത്ത് അള്ളാഹനെ മാത്രം അവർ വിളിക്കും. കരയിലേക്ക് എത്തിയാലോ വീണ്ടും അവർ ഇബ്രാഹിം നബിന്റെ ദക്കം കൊണ്ട് രക്ഷപ്പെട്ടു, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബർക്കത്ത് കൊണ്ട് ജാഹു കൊണ്ട് കഴിച്ചിലായി എന്ന് ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ പറയുന്ന പോലെ ഈ സമുദായത്തിലെ ആളുകളും പറഞ്ഞിരുന്നു. ഈ വിശ്വാസം നമുക്ക് സ്വീകരിക്കണോ? ഇത് വ്യക്തമായി വേർതിരിയുന്ന ഇസ്ലാമിലെ ഒരു ഉജ്ജ്വലമായ ചരിത്ര സംഭവമാണ് യൗമുൽ ഫുർഖാൻ. ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിക്കപ്പെട്ട ബദർ യുദ്ധം അല്ലേ? പരിശുദ്ധ റമദാനിന്റെ പവിത്രമായ ആ രാവുകളില് പ്രിയപ്പെട്ടവരെ ഒട്ടിയ വയറുമായി ഭക്ഷണമില്ലാതെ, ചെരുപ്പില്ലാതെ, പൂർണ്ണമായ വസ്ത്രമില്ലാതെ വിഷമിച്ച് കട്ടപ്പെട്ടുകൊണ്ട് ആ ബദർ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയ ശുഹദാക്കളായ ബദരീങ്ങൾ, അവരുടെ ചരിത്ര സംഭവം നമുക്ക് പഠിപ്പിച്ചിരുന്നിടത്ത് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ആ പ്രതിസന്ധി ഘട്ടത്തിൽ ദുആ ചെയ്ത ഒരു ദുആ ഉണ്ട്. റസൂലുള്ളാഹി ഇപ്പുറത്ത് ടെന്റിൽ കിടന്ന് കൈകൾ ഉയർത്തി ദുആ ചെയ്ത ദുആവുമുണ്ട്. ഈ രണ്ട് ദുആവും ഉയർന്നത് അല്ലാഹുവിലേക്കാണ്, പക്ഷെ രണ്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസം അവിടെ തകർന്നു, ഒരു വിശ്വാസം അവിടെ വിജയിച്ചു. അത് വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ബുദ്ധിയുള്ളവർ, കാതുള്ളവർ, കണ്ണുള്ളവർ തുറന്ന് കേട്ടോളൂ. ഇനിയും ഇതിലപ്പുറം ഇത് വേർതിരിക്കാൻ വേറെ ഒരു ചരിത്ര സംഭവമില്ല അല്ലേ? സാധാരണ സ്വന്തം ചോരയും തമ്മിലാണ് ബദറിൽ ഏറ്റുമുട്ടിയത്. ആദർശത്തിന് വേണ്ടിയാണ് അവർ ഏറ്റുമുട്ടിയത്. ആ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത്
നമുക്ക് സ്വഹിയായ ഹദീസിൽ തന്നെ കാണാം, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സ്വീകാര്യോഗ്യം കാണാം. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന മക്കയിലെ മുശ്രിക്കുകളുടെ നേതാവ് സഹോദരങ്ങളെ സകലമാന പടക്കോപ്പുകളുമായി ആയുധങ്ങളുമായി ബദറിലേക്ക് വരുമ്പോ അതിന് തൊട്ടു മുമ്പതാ കഅബാലയത്തിന്റെ മുറ്റത്ത് വരികയാണ്. അവർ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് കാബയുടെ കില്ല പിടിക്കുകയാണ്. എന്നിട്ട് കാബയുടെ കില്ല പിടിച്ചിട്ട് ആരോടാ അബൂജഹൽ ദുആ ചെയ്തത്? ഇബ്രാഹിം നബിയെ ഞങ്ങളിതാ മുഹമ്മദിനെ തകർക്കാൻ പോകുന്നു, ഇസ്മായിൽ നബിയെ ഞങ്ങളിതാ മുഹമ്മദിന്റെ കൂട്ടുകാർ ആക്രമിക്കാൻ പോകുന്നു, അതുകൊണ്ട് തന്നെ ലാത്തമനാത്ത ഔലിയാക്കന്മാരെ അമ്പിയാക്കന്മാരെ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം പരിപൂർണമായി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാന്മാരോടല്ല അവർ ദുആ ചെയ്തത്. മറിച്ച് ചരിത്രത്തിൽ കാണാം, അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പടച്ചുതമ്പുരാനേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിന്റെ ബദർ കിസ്സപ്പാട്ട് എന്ന പാട്ടില് വളരെ വ്യക്തമായിക്കൊണ്ടതാ നമുക്ക് ആ പാട്ട് പഠിപ്പിച്ചു തരികയാണ്. ഇറയോന് ഹാദൽ ബൈത്തുടെ നയന ഹഖുൽ ബാതുൽ രണ്ടില് ഇതൈ ഫീരി തരുളീബിന് എന്തുദിനം തനില് നമതിരുഭാഗം നിൽക്കുമല്ലോ ഒരു കൂട്ടം ഹക്കുടയോ അവരാരിനേക്കറിയാ അവർകള് ഇതൈ ഫീരി തുഖലാസിയ താക്കിടു നീ ഫരണേ ഫരണേ രണ്ടാലൊരു ദീനിന് പൊരിശയാക്കിടുതായിനിൽ കാത്തുക ഫത്താഹേ താമസിച്ചീര ദുത്തിരമേ ക്ഷണമിന് ഹാസിറേ സിത്തുറ ഉനകാഖനി ഖദറ അവർ ദുആ ഫത്താഹിൽ രാഹിലവൻ ഖദ നാക്കിടൈ സത്യമാ. സാക്ഷാൽ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ബദറിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവോട് മാത്രം തേടുകയാണ്, റബ്ബേ ഞങ്ങളിതാ മുഹമ്മദിനെ നശിപ്പിക്കാൻ പോവുകയാണ്, ഹക്കേ നിന്നും ബാത്തിലേ നിന്നും നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ, ഇവിടെ ഏതോ ഒരു സംഘം ഹക്കിൻ്റെതുണ്ട്, അതുകൊണ്ട് ഹക്കിനെ നീ വിജയിപ്പിക്കണേ, എന്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന മക്കയിലെ മുശ്രിക്കുകളുടെ നേതാവ് ആ പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. ആ പ്രാർത്ഥന ഉയർന്നതും അല്ലാഹുവിന്റെ ദർബാറിലേക്കാണ്. എന്നാൽ തൊട്ടപ്പുറത്തെ ടെന്റിൽ ഇരുന്നുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് കക്ഷത്തിന്റെ വെള്ള കാണുമാറ് താടിരോമങ്ങളിലൂടെ കണ്ണുനീരിപ്പിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. അത് മോയിൻകുട്ടി വൈദ്യർ കൃത്യമായ പാട്ടാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. ഓതിയിടയിറാവേ ഖൈറുൽ വറ സുജൂദിൽ കിറന്നീരന്തു ദുആ വല്ലക ഭൂമി ചെയ്ത റസായ വിണ്ടകമുണ്ട് പേരായ ദുആ ഖാദിയറുൽ മലായികത്ത് എന്തൂദർ ഹബീബി റബറ ഖബൽതു ബിഹായി ഇറങ്ങുമെന്നുണ്ട് സഹബാലരും ഖസാം. റസൂലുള്ള പറയുകയാണ്, റഹ്മാനായ റബ്ബേ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ അടുക്കളത്തിലിറങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഞങ്ങൾക്ക് പാർപ്പിടമില്ല, ഞങ്ങൾക്ക് ചെരുപ്പില്ല, ഞങ്ങൾ വളരെ ദുർബലരാണ്, നിന്റെ സഹായം മാത്രമേ ഞങ്ങൾക്കുള്ളൂ, അതുകൊണ്ട് ഈ കൊച്ചു സംഘം ഇവിടെ നശിപ്പിക്കപ്പെട്ട പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് നടത്താൻ അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമുദായം ഇവിടെ ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഫൻസുർനാ മഅബി അല്ലാഹുവേ ഞങ്ങൾ നീ സഹായിക്കണേ ഈ നിഷേധികൾക്കെതിരെ. ആ ദുആ സഹോദരങ്ങളെ റബ്ബ് കബൂൽ ചെയ്തു. അത് ഉയർന്നത് അല്ലാഹുവിന്റെ സന്നിധിയിലേക്കാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അല്ലാഹ് പറയാണ്, ആ പ്രതിസന്ധി ഘട്ടത്തില് നിങ്ങൾ നിങ്ങളുടെ നാഥനോട് ഇസ്തിഗാസ ചെയ്തപ്പോൾ 1000 വരുന്ന മലക്കുകളെ ഇറക്കിക്കൊണ്ട് ആ ബദറിൽ നിങ്ങളെല്ലാം സഹായിച്ചു. അടിസ്ഥാനം അവിടെയല്ല പ്രിയപ്പെട്ടവര്, രണ്ട് പ്രാർത്ഥനയും ഉയർന്നത് അള്ളാന്റെ അരികിലേക്കാണ്. അബൂജഹൽ കാബത്തിന്റെ കില്ല പിടിച്ച് ഉയർത്തിവിട്ട പ്രാർത്ഥന അള്ളാന്റെ ദർബാറിലേക്കാണ്. റസൂലുള്ള ടെന്റിൽ കിടന്ന് ദുആ ചെയ്തതും അള്ളാനോടാണ്. രണ്ടും ഉയർന്നത് റബ്ബിന്റെ സന്നിധിയിലേക്കാണ്. പക്ഷേ ഒന്ന് ഹക്കിന്റെ പ്രാർത്ഥനയായി പോയി, ഒന്ന് ബാത്തിലിന്റെ പ്രാർത്ഥനയായി പോയി, ഒന്ന് തൗഹീദിന്റെ അചഞ്ചലമായ പ്രാർത്ഥനയായി പോയി, ഒന്ന് ശിർക്ക് കലർന്ന പ്രാർത്ഥനയായി പോയി. അള്ളാഹുവോട് മാത്രമേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ പ്രതിസന്ധി ഘട്ടത്തില് ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്ത അബൂജഹലിന്റെ വിശ്വാസം എന്താ? അള്ളാഹിനോടും പ്രാർത്ഥിക്കാം, അള്ളാഹിന്റെ കൂടെ മൺമറഞ്ഞു പോയ അമ്പിയാക്ക ഔലിയാക്കളോടും പ്രാർത്ഥിക്കാം എന്ന പഴച്ച വിശ്വാസം.
എന്നാൽ റസൂലുള്ളാഹി അല്ലാഹുവോട് മാത്രം ഇവിടെ ദുആ ചെയ്യുമ്പോൾ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് അല്ലാത്ത ഘട്ടങ്ങളിലും അല്ലാഹുവോട് മാത്രമേ ദുആ ചെയ്യാവൂ, അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിലാണ് അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിച്ച, എന്നാൽ അല്ലാഹുവിന്റെ കൂടെ ഔലിയാക്കൾ അമ്പിയാക്കന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കാം, അത് തെറ്റില്ല എന്ന് വിശ്വസിച്ച അബൂജഹലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്ന് ആ രണ്ട് സംഘമാണ് ഇവിടെ ഏറ്റുമുട്ടിയതെങ്കിൽ ഇന്നും കേരളത്തിൽ ഈ സമസ്ത പണ്ഡിതന്മാരുമായി മുജാഹിദുകൾ ഏറ്റുമുട്ടുന്ന ഈ വിഷയത്തിൽ തന്നെയല്ലേ. ഇവിടെയുള്ള മുസ്ലിയാക്കന്മാർ പറയുന്നുണ്ട് അള്ളാഹിനോടും പ്രാർത്ഥിക്കാം, അള്ളാഹിന്റെ കൂടെ മൺമരിച്ചുപോയ മഹാത്മാക്കൾ ഔലിയാക്കളോടും പ്രാർത്ഥിക്കാം. മുജാഹിദ് പറയുന്നു അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന്. ആരുടെ വാദമാണ് റസൂലുള്ളാഹിന്റെ വാദം? ആരുടെ വാദമാണ് അബൂജഹലിന്റെ വാദം? ആരാണ് അബൂജഹലിന്റെ കക്ഷി? ആരാ റസൂലുള്ളാഹിന്റെ കക്ഷി? ഏത് കക്ഷിയാ വിജയിക്കുന്ന കക്ഷി? കൃത്യമായി ഓർത്തിരിക്കാൻ ഈ സംഭവം ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇവിടെ പറയുന്നത്, ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. വളരെ കാര്യഗൗരവത്തോടു കൂടി കേട്ടോളൂ, ചിന്തിച്ചോളൂ പ്രിയപ്പെട്ട മുഅ്മിനുകളെ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ഖുർആനിന്റെ സുന്നത്തിന്റെ അതിശക്തമായ തെളിവുകളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ മാല മൗലിദുകൾ ഒരിക്കലും തന്നെ സ്വീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം ഈ മൗലിദിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ സ്വന്തം ശരീരം വരെ കുടുംബത്തിന്റെ അതുപോലെ ബന്ധത്തിന്റെ ആ ബന്ധങ്ങളെല്ലാം മറന്നുകൊണ്ട് ആദർശത്തിന് വേണ്ടി ഷഹീദായിട്ടുള്ള ആ മഹാന്മാരായ ബദരീങ്ങൾ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന ആഹ്വാനത്തിന് വേണ്ടി സഹോദരങ്ങളെ, ഷഹീദായ റബ്ബിന്റെ സന്നിധിയിലെത്തിയവരാണെങ്കിൽ ഈ മഹാന്മാരായ ബദരീങ്ങളെ തന്നെ റമദാൻ മാസം വരുമ്പോ ബദരീങ്ങളുടെ പേരിൽ ആണ്ടുകൊണ്ടാടുകയാണ്. വിനീതമായി ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ബദറിൽ ഷഹീദായിട്ടുള്ള മഹാന്മാരായ ബദരീങ്ങളുടെ പേരിൽ പിൽക്കാലത്ത് സഹോദരങ്ങളെ ഒറ്റ സ്വഹാബിയെങ്കിലും ആണ്ടുകൊണ്ടാടിയോ? ഒരു ഒട്ടകത്തെ അറുത്തോ? ആ ബദർ ദിനത്തിലേക്ക് ഒരു ആടിനെ അറുത്തുകൊണ്ട് നേർച്ച കൊടുത്തോ? ഇല്ല പ്രിയപ്പെട്ടവരെ. പിന്നീട് ബദർ യുദ്ധത്തിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബ് ചുരുങ്ങിയത് 8 കൊല്ലമെങ്കിലും ജീവിച്ചിട്ടുണ്ടല്ലോ. ആ 8 കൊല്ലത്തില് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു ആണ്ട് കൊണ്ടാടാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും തന്നെ ആണ്ട് കൊണ്ടാടിയിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ബദരീങ്ങളുടെ ആണ്ട് കൊണ്ടാടുകയാണ്. പള്ളികളിലും വീടുകളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തിരികൾ ചുട്ട് പള്ളിയിലേക്ക് കൊടുക്കുകയാണ്. പോത്തിന് അറുത്തുകൊണ്ട് കറി വെച്ചുകൊണ്ട് അത് വിളമ്പുകയാണ്. നമുക്കത് കിട്ടാത്തത് കൊണ്ടുള്ള അസൂയയല്ല, നിങ്ങൾ അവിടെ കൊടുക്കുന്ന പണം നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്നില്ലല്ലോ എന്ന നിരാശയല്ല. മറിച്ച് ഉമ്മമാരെ ചിന്തിച്ചോളൂ, സഹോദരങ്ങളെ ആലോചിച്ചോളൂ. അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കലും അത് പഠിപ്പിച്ചിട്ടില്ല. ആ മാർഗം കണ്ട് ഉന്നത വിജയം നേടിയ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. താബീങ്ങൾ കണ്ടിട്ടില്ല, തബഅത്താബീകൾ കണ്ടിട്ടില്ല. അത് പിൽക്കാലത്ത് കടന്നു വന്നിട്ടുള്ള അനാചാരമാണ്. മാത്രമല്ല, ആ ബദരീങ്ങളുടെ ആണ്ടിന്റെ ആ ദിവസത്തിൽ ഇവർ പള്ളിക്കുള്ളിൽ വെച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതിന് നേരെ എതിര് 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 18-ാമത്തെ ആയത്ത് മറിച്ചോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് എന്താണ്? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നിശ്ചയം പള്ളികൾ അല്ലാഹുവിന്റെ ഭവനമാണ്, പടച്ച തമ്പുരാന്റെ വീടാണ് പള്ളി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ പള്ളിക്കുള്ള ഗുണമെന്താണ്? ആ പള്ളിക്കുണ്ടായിരിക്കേണ്ട ഗുണമെന്താണ്? ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ആ അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കല്ല കേട്ടോ, മറ്റൊരാളോട് നിങ്ങൾ തേടല്ല കേട്ടോ. ഇത് പഠിപ്പിച്ച ആ വിശുദ്ധ ഖുർആൻ തന്നെ ആ പള്ളിക്കുള്ളിൽ ഓതുമ്പോൾ ബദരീങ്ങളുടെ ആണ്ടിന്റെ ദിവസത്തിൽ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് എന്താ പഠിപ്പിക്കുന്നത്? പറയുന്ന മൗലികാരൻ വിഷമങ്ങൾ അധികമാകുമ്പോ, അങ്ങേറ്റത്തെ പ്രയാസങ്ങൾ വരുമ്പോ അത്താണിയായിക്കൊണ്ട് എല്ലാ നിലക്കും നീ വിളിച്ചോ ബദർ ശുഹദാക്കളെ. ഈ രൂപത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബദരീങ്ങളെ വിളിക്കാനാ പറയുന്നത്. മാത്രമല്ല അല്ലൽ മികന്ത കാലത്തിലാകട്ടെ
കേട്ടോ അസുമാറെത്താൽക്കം വീടുമെന്നോവര് ഇതിനെ ഫുരയെ എഴുതി കരുതൂക് ഇതമാകാനില്ല കളവീരാതെന്നോവര് മതിലുടെ പൊട്ടേലോ തീയുടെ കത്തേലോ മറ്റും വീത്തനാവ ഇല്ലാതെന്നോവരൂ. ഓവറായ വർത്തമാനമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തോ പറഞ്ഞതല്ല. എന്താ പറയുന്നത്? കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ബദരീങ്ങളുടെ പേര് ചൊല്ലി ആ കടം വീടുമത്രേ. വീട്ടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തവക്കുലാക്കി ഇറങ്ങിപ്പോകരുതെന്ന് പഠിപ്പിച്ചതാ റസൂലുള്ള. അത് സ്വീകരിച്ചവരാ സ്വഹാബത്ത്. എന്നാൽ ബദരീങ്ങളുടെ പേരിൽ മാലയുണ്ടാക്കിയവൻ പറഞ്ഞത് എന്താണ്? വീട്ടിൽ നിന്ന് നിങ്ങൾ ഹജ്ജിനോ കച്ചവടത്തിനോ എവിടേക്ക് നിങ്ങൾ യാത്ര പോവുകയാണെങ്കിലോ നിങ്ങൾ ബദരീങ്ങളുടെ പേര് എഴുതിക്കൊണ്ട് അവരെ തവക്കുലാക്കിക്കോ. പ്രിയപ്പെട്ടവരെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം തവക്കുലാക്കാൻ പഠിപ്പിച്ച ഇസ്ലാം എങ്ങനെ സഹോദരങ്ങളെ മരണപ്പെട്ടുപോയ മഹാത്മാക്കൾ തവക്കുലാക്കാൻ പഠിപ്പിക്കും? അപ്പൊ ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിച്ച വിശ്വാസമല്ല. റസൂലുള്ള വിജയിക്കുമെന്ന് പറഞ്ഞ കക്ഷിയുടെ വിശ്വാസമല്ല ഇത്. മനസ്സിലാക്കണം നമ്മൾ. യഥാർത്ഥത്തിൽ ഈ വിശ്വാസം ആരിൽ നിന്ന് കടന്നു വന്നതാ? അത് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനകത്തേക്ക് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ കടത്തിക്കൊണ്ടുവന്ന ഷിയാക്കൾ കൊണ്ടുവന്ന വിശ്വാസമാണിത്. ഷിയാക്കളിലൂടെയാണ് സത്യത്തിൽ പ്രിയപ്പെട്ടവരെ ഈ മൗലിദ് സമ്പ്രദായം തന്നെ കടന്നു വന്നത്. ഇപ്പൊ ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം റബീഉൽ അവ്വൽ മാസത്തിൽ കൊണ്ടാടാത്തതിന്റെ പേരിൽ നമ്മൾ ഇബ്ലീസിന്റെ അനുയായികളാണെന്നും റസൂലിനോട് സ്വഹാബത്തിനോട് സ്നേഹമില്ലാത്തവരാണെന്നും നാടുനീളെ പ്രചരിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാര് വിനയത്തോടുകൂടി ചോദിക്കട്ടെ, ഇസ്ലാമില് ഇത് വലിയ പുണ്യമുള്ള ഒരു ആചാരമാണെങ്കിൽ, കർമ്മമാണെങ്കിൽ മുജാഹിദ് ഒരിക്കലും തന്നെ ആ പുണ്യകർമ്മം വലിച്ചെറിയൂല. കാരണം ഖുർആനും സുന്നത്തും ഉത്തമരായ സ്വഹാബത്തും പിൻപറ്റിയ പോലെ പിൻപറ്റണമെന്ന് വാദിക്കുന്നവരാ ഞങ്ങള്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാ ഞങ്ങള്. അങ്ങനെയുള്ള ഒരു അരക്കഷ്ണം തെളിവ് കിട്ടിയാൽ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കുകയില്ല. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 40-ാമത്തെ വയസ്സിൽ വഹി ലഭിച്ചിട്ട് 63-ാമത്തെ വയസ്സിലാണല്ലോ റസൂൽ വഫാത്താകുന്നത്. ഇതിനിടയിൽ 23 കൊല്ലക്കാലം കഴിഞ്ഞു പോയില്ലോ. ഈ 23 കൊല്ലത്തിലും ഓരോ വർഷവും റബീഉൽ അവ്വൽ മാസം കടന്നുപോയിട്ട് ഒറ്റ കൊല്ലമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ ആഘോഷിച്ച് കാണിച്ചു തന്നു. അതാ നമുക്കുള്ള തെളിവ് വേണ്ടത്. ഇന്നത്തെ പോലെ മീലാദ് മീറ്റ് വേണ്ട, മീലാദ് ഫെസ്റ്റ് വേണ്ട, റോഡ് ബ്ലോക്ക് ചെയ്ത പ്രകടന കോലാഹലങ്ങൾ ഒന്നും വേണ്ട. സഹോദരങ്ങളെ, ഒരു 10 ഈത്തപ്പഴം എടുത്തിട്ട് റബീഉൽ അവ്വൽ 12-ന് സ്വഹാബത്തെ ഇന്നിതാ എന്റെ ജന്മദിനമാണ്, അതുകൊണ്ട് നിങ്ങൾ ആഘോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ റബീഉൽ അവ്വൽ മാസത്തിനൊരു പുണ്യം കൽപ്പിച്ചുകൊണ്ട് റസൂലുള്ള ഒരു സുന്നത്ത് ചെയ്തതായി നമുക്ക് കാണാൻ പറ്റുമോ? എങ്കിൽ നമുക്ക് റബീഉൽ അവ്വൽ ആഘോഷിക്കാം. 23 കൊല്ലക്കാലത്തെ ജീവിതത്തിൽ ഇല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മാത്രമല്ല, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ സ്നേഹിച്ച മഹാന്മാരായ സ്വഹാബികളിൽ പ്രഗൽഭരാണല്ലോ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവരുടെ 32 കൊല്ലക്കാലത്തെ ഇസ്ലാമിക ഭരണത്തില് ചുരുങ്ങിയത് 30 കൊല്ലമെങ്കിലും റബീഉൽ അവ്വൽ മാസം കടന്നുപോയിട്ട് അവരാരെങ്കിലും ഒരൊറ്റ കൊല്ലം റബീഉൽ അവ്വൽ ആഘോഷിച്ച പ്രിയപ്പെട്ടവര് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവർക്കൊന്നും റസൂലിനോട് സ്നേഹമില്ലേ? അവരൊക്കെ ഇബ്ലീസിന്റെ അനുയായികളാണോ? അതൊക്കെ ഗൗരവത്തോടുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതും മുസ്ലിയാക്കന്മാരോട് ചോദിക്കേണ്ടതുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനൊന്നും അവർക്കൊരു തെളിവും ഉണ്ടാവുകയില്ല. ഇതിനൊന്നും ഒരു മറുപടി ഉണ്ടാക്കാതെ പള്ളിക്കുള്ളിൽ എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ലാതെ പുറത്തിറങ്ങി ഇതുപോലെ വേദി കെട്ടിയിട്ട് കൃത്യമായി ഇതിനൊക്കെ അണാപ്പയി തീർത്ത് ഖുർആനും സുന്നത്തും വെച്ച് മറുപടി പറയാ ഒറ്റ മുസ്ലിയാക്കന്മാർ രംഗത്ത് വരില്ല. നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചോളൂ. ഇത് ഗൗരവത്തോടു കൂടിയാണ് പറയുന്നത്, തെളിവിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത്, വെറുതെ പറഞ്ഞു പോവുകയല്ല. അതുകൊണ്ടാണ് ഒരൊറ്റ പരിപാടിക്ക് പോലും ആധികാരികമായി പറഞ്ഞതിന് മറുപടി പറയാതെ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് നമ്മെ പരിഹസിച്ചത് കൊണ്ട് കാര്യമില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഒറിജിനലായി മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുന്നതാണെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ പറയുന്നു അവർ അഹ്ലുൽ ബിദ്അത്ത് വൽ ഖുറാഫാത്ത് വൽ ദലാലത്താണ് പ്രചരിപ്പിക്കുന്നത്. അതിന് വ്യക്തമായി തെളിവ് സഹോദരങ്ങളെ നമ്മൾ പറയാൻ, സയ്യിദ് ബക്കരി എന്ന് പറയുന്ന മദ്ഹബിലെ പണ്ഡിതൻ
ആ സയ്യിദ് ബക്കറിയുടെ ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. പള്ളി ദർസിലൊക്കെ ഉയർന്ന മുസ്ലിയാക്കന്മാർ ഓതുന്ന ഗ്രന്ഥമാണ്. ആ ഇആനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തില് 3-ാം പാഠത്തില് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അതിൽ നമുക്ക് കാണാൻ കഴിയും ഈ മൗലിദ് സമ്പ്രദായം എന്ന് പറയുന്നത് എന്ന് മുതലാണ് ദീനിലേക്ക് കടന്നു വന്നത്. അത് വ്യക്തമായി പറയുന്നു. കാല സഹാബി പറയുന്നു, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ് വഅവ്വലു മൻ ഹദസഹു മിനൽ മുലൂക്കിൽ മലിക്കുൽ മുനഫർ അബൂ സാഹിബ് ഹർബ് എന്നാണ്. കാല സഹാബി പറയാൻ ഈ മൗലിദ് എന്ന് പറയുന്ന സമ്പ്രദായം ഒരു മാതൃകയുമില്ലാതെ ദീനിലേക്ക് കടന്നു വന്നതാണ്. എന്താണ്? ഒരു മാതൃകയുമില്ലാത്തതിനാണ് ഹദസ എന്ന് പറയാം. റസൂലോ സ്വഹാബത്തോ ഒരിക്കലും പഠിപ്പിക്കാത്തത്. ദീനായി ഒരാൾ കൊണ്ടുവന്നാൽ സ്വീകരിക്കണം എന്നാണോ തള്ളിക്കളയണമെന്നാണോ റസൂല പറഞ്ഞത്? അള്ളാന്റെ ഹബീബ് പറഞ്ഞത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം മതമായി നിങ്ങൾക്ക് കാണിച്ചു തരാത്ത ഒന്ന് ആര് മതമായി കൊണ്ടുവന്നാലും ദീനായി കൊണ്ടുവന്നാലും പുണ്യമുണ്ടെന്ന് പറഞ്ഞാലും കൊണ്ടുവന്നവനെയും കൊണ്ടുവന്നതിനെയും നിങ്ങൾ തള്ളിക്കളയണമെന്ന് ഖാല റസൂലുള്ളാഹി. എങ്കിൽ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ മൗലിദുകാരൻ ഈ മൗലിദ് കിതാബിനെ പറ്റി പള്ളി ദർസിലോതുന്ന കിതാബിൽ തന്നെ പറയുന്നുണ്ട്, 3 നൂറ്റാണ്ടിന് ശേഷം കടന്നു വന്ന ഒരു പുത്തനാചാരമാണിത്. 3 നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഏതാ കാലഘട്ടം? നമ്മളെ വാപ്പപ്പാരല്ല, റസൂലിന്റെ നാവ് കൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകിയ സ്വഹാബികൾ, താബികൾ, ഈ ഉത്തമരായ 3 നൂറ്റാണ്ടിന് ശേഷം വന്നതാണ്. അല്ലാതെ മാലിക് ദീനാറും കൂട്ടരും കൊണ്ടുവന്നതല്ല, ഇമാമിനെ ഷാഫഈ തങ്ങൾ കൊണ്ടുവന്നതല്ല, മറിച്ച് ഉത്തമരായ 3 നൂറ്റാണ്ടിന് ശേഷം വന്നതാണ്. എന്നിട്ട് പറയുന്നു പ്രിയപ്പെട്ടവരെ, അത് കൊണ്ടുവന്ന കാലഘട്ടം ആരാണ്? ഈജിപ്ത് ഭരിച്ചിരുന്ന മുദഫർ രാജാവിന്റെ കാലത്ത്. ആരാ ഈജിപ്ത് ഭരിച്ചത്? ആരാ ഭരിച്ചത്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അമരക്കാരല്ല, മറിച്ച് ഷിയാക്കളിലൂടെ സൂഫിയാക്കന്മാര് ഈ റബീഉൽ അവ്വൽ മാസത്തില് പ്രത്യേകമായി റസൂലിന്റെ പേരിൽ മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഹിമാലയൻ നുണകൾ, ശിർക്കിന്റെ വരികൾ, ഇതുപോലെയുള്ള കുഫറുകൾ, ബിദ്അത്തുകൾ കുത്തി നിറച്ച ഒരു ഗ്രന്ഥമുണ്ടാക്കിയതിന് മൗലിദ് മദ്ഹ് എന്ന് ഓമന പേരിട്ടു. എന്നിട്ട് അത് റബീഉൽ അവ്വൽ മാസം തെരഞ്ഞെടുത്ത് പുണ്യമുണ്ടെന്ന് പറഞ്ഞ് അവർ ദീനിൽ ഒരു പുത്തൻ വാദം കടത്തിക്കൂട്ടി. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർത്തത്, നമ്മളത് ചെയ്യാത്തത്. അല്ല റസൂലുള്ളാഹിയോട് സ്നേഹമില്ലായിട്ടല്ല. ഇത് ഇനിയും മനസ്സിലാകാത്ത ആളുകൾക്ക് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വായിലായിരുന്ന തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ, അദ്ദേഹത്തിന് ഗ്രന്ഥമുണ്ട് അൽ മവാഹിബുൽ ജലിയ. അതും പള്ളി ദർസിൽ മൗലവിമാർ ഓതുന്ന ഗ്രന്ഥാണ്. ആ മലയാള പാട്ട് നിങ്ങളൊന്ന് എടുത്ത് പാടി നോക്ക്. ഞാൻ ഈ പറഞ്ഞ ഇബാറത്തിന്റെ അർത്ഥം അങ്ങനെ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മലിക്കുൽ മുനഫർ ധീരനായൊരു രാജനാം, എർബിൽ ഭരിച്ചവനാണ് വന്ദറുനിഷ്ഠന, മൗലീദ് കഴിക്കുന്നന്ന് ആടയ്യായിരോ, പൊരിക്കുന്നതാണ് കോഴിയും 10,000. ആടയ്യായിരം കോഴി 10,000 ഒക്കെ പൊരിച്ചുകൊണ്ട് മലിക്കുൽ മുനഫർ എന്ന രാജാവിന്റെ കാലത്ത് ഗംഭീരമായി ജന്മദിനം ആഘോഷിച്ചിരുന്നു. സഹോദരങ്ങളെ, ആ രൂപത്തിൽ അതിനെ ന്യായീകരിച്ച് പാടിയ തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ തന്നെ തെറ്റ് സമ്മതിച്ചു പോയി. തെളിവുകളുടെ മുമ്പിൽ കൃത്യമായി കൊണ്ട് ഏത്തമിട്ടു. എന്താ? തൊട്ടു മുമ്പ് അദ്ദേഹം പാടിയെന്ന് മൗലീദ് കഴിക്ക് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലവി 1-ാം ഭാഗമേ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കാവുന്ന സമ്പ്രദായ റസൂലോ സ്വഹാബത്തോ താബിഈങ്ങളോ തബഅത്താബിഈങ്ങളോ ചെയ്തതല്ല. എത്ര വ്യക്തമായിട്ടാ പറയുന്നത്. ഇങ്ങനെ ഒരു രേഖയുമില്ലാത്തൊരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞ് ദീനിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ചെയ്യാത്തവർ പുത്തൻവാദികളാണെന്ന് പറയുമ്പോൾ മഹാനായ ഇമാമുന ശാഫഈ തങ്ങൾ പുത്തൻവാദിയാണെന്ന് പറയേണ്ടി വരും, മാലിക് ദീനാറും കൂട്ടരും പുത്തൻവാദികളാണെന്ന് പറയേണ്ടി വരും, അതുപോലെ സ്വഹാബത്ത് പുത്തൻവാദികളാണെന്ന് പറയേണ്ടി വരും, എന്തിനേറെ റസൂലുള്ളാഹി എന്ന പുത്തൻവാദിയാണെന്ന് പറയേണ്ടി വരും. കാരണം അവരാരും ചെയ്തിട്ടില്ലാത്തവർക്കാർക്കും പരിചയമില്ലാത്തൊരു കാര്യം ദീനാണെന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ തെളിവില്ലാത്തത് കൊണ്ട് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വന്തം ജീവനക്കാർ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. ആ സ്നേഹം എങ്ങനെയാണ്? മൻ അഹബ്ബനി സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅൽ ഫിൽ ജന്ന. ആര് എന്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നുവോ റസൂലുള്ള പഠിപ്പിക്കാണ്,
ആര് ഞാൻ നിസ്കരിച്ച പോലെ, നോമ്പ് നോറ്റ പോലെ, കുടുംബജീവിതം കൊണ്ടാടിയ പോലെ ഇസ്ലാമിന്റെ വിശ്വാസകർമാചാരങ്ങൾ ആര് സ്വീകരിക്കുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിച്ചവര്. അങ്ങനെ എന്റെ ചര്യ പിൻപറ്റി എന്നെ സ്നേഹിച്ചവർ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. അത് സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചത് ഇതാണ്. എന്നാൽ ഇത് എന്തിനാ ഇസ്ലാമിൽ ഇവർ തുന്നിച്ചേർത്തത്? അത് ഇമാം ഫാക്കിയാനി എന്ന മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു. അത് ഇമാം സുയൂത്തി പോലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊടുത്തു. എന്താണ്? ഇമാം ഫാക്കിയാനി എന്ന പ്രഗത്ഭനായ മദ്ഹബിന്റെ പണ്ഡിതനോട് ആ കാലഘട്ടത്തില് ആളുകൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇമാമേ, ഈ മൗലിദിന് വല്ല അടിത്തറയുമുണ്ടോ? മൗലിദ് ആഘോഷിക്കാനും മൗലിദ് ചൊല്ലാനും വല്ല രേഖയുമുണ്ടോ? അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടോളൂ. എന്റെ മറുപടിയല്ല, മുജാഹിദ് പണ്ഡിതന്മാർ എഴുതി കൂട്ടിയതല്ല, കിതാബിൽ നിന്നാണ് വായിക്കുന്നത്. അദ്ദേഹം പറയുന്നില്ല, വിശുദ്ധ ഖുർആനിലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താകുന്ന സ്വഹീഹായ ഹദീസുകളിലോ ഈ മൗലിദിന് തെളിവുള്ളതായി ഞാൻ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിനൽ ഉലമാഇൽ ഉമ്മ الذين هم القدوة الدين المتمسكين بآثار المتقدمين. ആ റസൂലിന് ദീന് കേട്ടുപിടിച്ച ഏറ്റവും നല്ല തലമുറ എന്ന് റസൂൽ പറഞ്ഞ സ്വഹാബത്ത്, താബിഈങ്ങൾ, താബിഈകൾ, അവരിൽ നിന്ന് എനിക്കിത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ മാർഗം പിൻപറ്റിയ ഇമ്മത്തിലും തദൈവ അവിടെയും ഇതില്ല. എന്നിട്ട് വന്ന ആളുകളോട് ഇമാം ഫാഖിയാനി എന്ന ഖോജ ഫത്വ നൽകുകയാണ്, കേട്ടോളൂ മുസ്ലിമീങ്ങളെ, ബൽ ഹുവ ബിദഅ, അതുകൊണ്ട് ഇത് സാക്ഷാൽ പുത്തനാചാരമാണ്, ബിദഅത്താണ്. എന്താ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ? ബിദഅത്ത് എന്ന് പറഞ്ഞാല് അത് കൂലുള്ള കാര്യമൊന്നല്ല. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ദീനില് റസൂലുള്ളാഹി പഠിപ്പിക്കാത്തൊരു കാര്യം, സ്വഹാബത്ത് റസൂലിന് കാണാത്തൊരു കാര്യം കൊണ്ടുവരിക. എന്നിട്ട് കൊണ്ടുവന്നിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞാൽ അതിന്റെ പേരാ ബിദഅത്ത്. അത് ചിലപ്പോൾ ദിക്റിന്റെ രൂപത്തിലും സ്വലാത്തിന്റെ രൂപത്തിലും അതുപോലെ തന്നെയുള്ള ബൈത്തിന്റെ രൂപത്തിലും മധുവിന്റെ രൂപത്തിലും അന്നം ദാനത്തിന്റെ രൂപത്തിലും ഒക്കെ കടന്നു വരും. പക്ഷേ റസൂൽ ചെയ്യാത്ത രൂപവും രീതിയുമാണോ അത് പുത്തനാചാരമാണ്. ആ പുത്തനാചാരം ചെയ്താൽ എന്താ സ്ഥിതി? കുല്ലു ബിദഅത്തുൻ ദലാല, എല്ലാ പുത്തനാചാരവും ദലാലത്തിലാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, ദലാലത്ത് പോയി അവസാനിക്കുന്ന നരകത്തിലാണ്. അപ്പൊ ബിദഅത്ത് ചെയ്താൽ നരകത്തില്, ബിദഅത്ത് ചെയ്താൽ പരലോകത്ത് ഔദുൽ കൗസർ എന്ന പാനീയം റസൂൽ നൽകാതെ ആട്ടിയകറ്റും. ഞാൻ വിശദീകരിച്ചു തരാം. അപ്പൊ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഇമാം ഫാഖിയാനി പറയാണ്, ബൽഹു ബിദഅത്ത്, സാക്ഷാൽ ബിദഅത്താണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം കേട്ടോളി. ഇത് സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കും, പക്ഷേ മുസ്ലിയാക്കന്മാർ കേട്ടാൽ അവർക്ക് ദേഷ്യം പിടിക്കും. എന്താണ് ഫാഖിയാനി പറഞ്ഞ വാചകം? എന്റെ വാചകമല്ല. അഹദസൽ ബത്താലൂന വശഹവത്തുൻ സുന്നത്തനാബിയൽ ലക്കാലൂന, ഇത് ഒരു മാതൃകയുമില്ലാതെ ഉണ്ടാക്കിയ ആളുകൾ ആരാണ്? തീറ്റക്കൊതിയന്മാരായ ശാപ്പാട്ട് രാമന്മാരാണ്. തീറ്റക്കൊതിയന്മാർ, മെയ്യനങ്ങാതെ ഒരു പണിയെടുക്കാതെ മുസ്ലിം ഉമ്മത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്ത് ഇസ്ലാമിലേക്ക് ആത്മീയതയുടെ കപടക്കുപ്പായമിട്ട് കൊണ്ടുവന്നിട്ട് ഇസ്ലാമാകുന്ന വടവൃക്ഷത്തിൽ ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ തുന്നിച്ചേർത്ത് അത് മുസ്ലിം ഉമ്മത്തിന്റെ മുതുകിൽ വെച്ച് കെട്ടി ദീനാണെന്ന് പറഞ്ഞവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് പച്ചയായി ഫാഖിയാനി പറയാം. ഇതൊന്നും നിഷേധിക്കാൻ അവർക്ക് കഴിയൂല. ഇതൊന്ന് തെറ്റാണെന്ന് പറഞ്ഞ് ഇതുപോലെ മറുപടി വെച്ചതിനെ ഗണ്ണിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് മറുപടി വെക്കാത്തത്, അതുകൊണ്ടാണ് മാളത്തിലൊതുങ്ങുന്നത്. കാരണം എന്താ? മുജാഹിദുകളെ എങ്ങനെ ഗണ്ണിക്കും? ഖുർആനും ആയത്തും ഹദീസും ഇമാമുകളുടെ ഉദ്ധരണിയും കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ടല്ലേ അവർ അത് പറയുന്നത്. അവർക്ക് ദീനില്ല, ഖുർആനില്ല, സുന്നത്തില്ല, നബിനോട് സ്നേഹമില്ല, അവർ ദീന് വെട്ടിച്ചുരുക്കിയവരാണ് എന്നൊക്കെ നമ്മൾ പറയാനല്ലാതെ കേൾക്കുന്ന സാധാരണക്കാർക്ക് അറിയില്ല. നമ്മൾ വായിക്കണ രാമായണമെല്ലാം, ബൈബിളെല്ലാം, ഭഗവത്ഗീത എല്ലാം ഇതൊക്കെ ഖുർആനും സുന്നത്തും സ്വഹാബത്തിന്റെ വാക്കുകളും മഹാന്മാരാ ഉദ്ധരണികളുമാണ്. വ്യക്തമായി ദീനിന്റെ പിൻബലമാണിത്. അതുകൊണ്ട് വിജയിക്കുന്ന കക്ഷിയുടെ കൂടെ സ്വർഗത്തിൽ എത്തണമെന്ന് താല്പര്യമുള്ളവരോട് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ മുജാഹിദാകണമെന്നല്ല, നിങ്ങൾ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്താകണം, ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്. സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്തെടുക്കണവന്റെ പേരാണ്. പല്ലില്ലാത്തവനെ പല്ലാന്ന് വിളിക്കണ പോലെ ആകാൻ പാടില്ല സുന്നി എന്ന് പറഞ്ഞാൽ. സുന്നത്തെടുക്കണവനെ സുന്നി എന്ന് പറയാം. ആ സുന്നത്ത് എവിടെ? ബിദ്അത്തുകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അത് എവിടുന്ന് കിട്ടിയതാ? പാരമ്പര്യമായി മുസ്ലിം സമൂഹത്തിൽ കടന്നു വന്നു. ഇത് തെറ്റാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട പണ്ഡിതന്മാർ പരമാവധി പുതിയ ദീനിൽ കുത്തിച്ചേർത്തു, അവർ ജീവിക്കാൻ മാർഗമുണ്ടാക്കി, അല്ലേ? അതിന്റെ ഭാഗമായി കടന്നു വന്നതല്ലേ സഹോദരങ്ങളെ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലുള്ള ജീലാനി ദിനം, അല്ലേ? എന്തായി ജീലാനി എന്ന് പറയുന്നത്? ഇറാഖിൽ ബഗ്ദാദ് എന്ന് പറയുന്ന ആ മണ്ണിൽ പ്രബോധനം നിർവഹിച്ച മഹാനായ വലിയ
ജീലാൻ എന്ന പ്രദേശത്ത് ജനിച്ചിട്ടുള്ള അബ്ദുൽ ഖാദർ, മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ എന്ന ആ മഹാനവറുകൾക്ക് മുഹിയുദ്ദീൻ എന്ന പേര് കിട്ടിയത് എങ്ങനെ? ഖുർആനും സുന്നത്തും കാണാത്ത, കേൾക്കാത്ത, അറിയാത്ത അന്ധവിശ്വാസത്തിൽ ജീവിച്ച ഒരു സമുദായത്തിന് അള്ളാഹിന്റെ ഖുർആൻ ഓതിക്കൊടുത്ത്, സുന്നത്ത് ഓതിക്കൊടുത്ത് അവരെ നന്നാക്കി. അതുകൊണ്ട് തന്നെ അബ്ദുൽ ഖാദർ ജീലാനി എന്ന പേരിന്റെ കൂടെ മുഹിയുദ്ദീൻ, ദീനിനെ ഹയാത്താക്കിയവൻ എന്ന സ്ഥാനപ്പേര് മഹാനവർക്ക് കിട്ടി. ആ മഹാനവറുകൾ എഴുതിയ ഗ്രന്ഥം നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല. അത് മുസ്ലിയാക്കന്മാർ ഇന്ന് വരെ പാടി തന്നിട്ടുണ്ടോ? ഇല്ല. അത് ഇന്ന് വരെ വായിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അതിലെ അർത്ഥം കേട്ടാൽ യഥാർത്ഥത്തിൽ മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആദരിക്കുന്നവരും പിൻപറ്റുന്നവരും മുജാഹിദുകളാണ് എന്ന് ബോധ്യമാകും. എന്താ കാരണം? മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥത്തിലുള്ള എന്താ? ഇജ്അൽ കിതാബ വസുന്ന, നീ ഖുർആനും സുന്നത്തും കൃത്യമായി നിന്റെ ജീവിതത്തിൽ കൊണ്ടുവാ, അല്ലെങ്കിൽ അത് നിന്റെ മുമ്പിൽ വെക്ക്. എന്നിട്ട് ഫൻദുർ, നീ അതിലേക്ക് കൃത്യമായി നോക്ക്. എന്നിട്ട് മുൻഗാമികൾ അതിനെ പഠിച്ച പോലെ നീ പഠിക്ക്. എന്നിട്ട് ലാ തഗ്തറന്ന ബിൽ ഖാലി വൽ ഖീരി വൽ ഹലർ, പറഞ്ഞു പറയപ്പെട്ടു എന്ന് പറയുന്ന കെട്ടുകഥകളും അതുപോലെ തന്നെ രേഖയില്ലാത്ത സനദില്ലാത്ത സ്വപ്നകഥകളൊക്കെ ഒഴിവാക്ക്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞ ആളാ ഷെയ്ഖ് ജീലാനി, അല്ലേ? ആ ഷെയ്ഖ് ജീലാനിയുടെ പേരില് പിൽക്കാലത്ത് ഖാളി മുഹമ്മദ് എന്ന കോഴിക്കോട്ടുകാരൻ മൊഹിദ്ദിമാലുണ്ടാക്കി. ഷെയ്ഖ് ജീലാനി പറഞ്ഞതാ? അല്ല. എന്താ മൊഹിദ്ദിമാലെ പറ്റി പറഞ്ഞത്? മൊഴിയൊന്നും കളയാതെ ഫിനയാതെ സ്വന്നോർക്ക് മണിമേടം സ്വർഗത്ത് നായം കൊടുക്കുമേ. ഒരു വരി തെറ്റുകൂടാതെ മൊഹിദ്ദിമാല ഖത്തം തീർത്ത സ്വർഗത്തിലൊരു കൊട്ടാരം തരാം. ഓ, നമ്മളൊരു ഇഞ്ച് കിട്ടിയെങ്കിൽ മതി വിചാരിച്ചിട്ട് പ്രവർത്തിക്കുകയാണ്. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പറയുന്നത് നിങ്ങൾ ഒരു തെറ്റും കൂടാതെ ഒറ്റവട്ടം ഖത്തം തീർത്ത സ്വർഗത്തിലൊരു കൊട്ടാരം തരാം. ഇത് ഷെയ്ഖ് ജീലാനി പറയോ? പറയൂല പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പറയില്ല. ഇത് ഖാലി മുഹമ്മദ് ഉണ്ടാക്കിയതാണ്. അള്ളാഹിന്റെ ഖുർആൻ മുഴുവൻ ഓതിയാലും സ്വർഗം തരാൻ അല്ല പറഞ്ഞോ? ഇല്ല. അത് മുഴുവൻ മനപ്പാടാക്കിയാലും സ്വർഗം തരാന്ന് പറഞ്ഞോ? ഇല്ല. അതനുസരിച്ച് ജീവിച്ചെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ, അല്ലേ? അപ്പൊ സ്വർഗം തരാമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ ഈ രൂപത്തിലേക്ക് ഖാലി മുഹമ്മദ് എഴുതി ഉണ്ടാക്കിയ മൊഹീദ്ദിമാല, എന്നിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഖുർആനും തെറ്റാണെന്ന് പറയേണ്ടി വരും എന്ന് വരെ നമ്മുടെ കേരളത്തിൽ ചില മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ചില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഖാലി മുഹമ്മദ് 450 കൊല്ലം മുമ്പ് എഴുതിണ്ടാക്കിയ മൊഹീദ്ദിമാല തെറ്റാണെന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഖുർആൻ തെറ്റാണെന്ന് പറയേണ്ടി വരും. ആ മൊഹീദ്ദിമാലയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? എന്നെ പിടിച്ചവര് എതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ